വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം. സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. കഴിഞ്ഞ ദിവസം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഉണ്ടായ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് UDF നടത്തുന്നത് സമരനാടകമെന്ന് LDF. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ ബോധപൂർവം രാഷ്ട്രീയവൽക്കരണം നടത്താനുള്ള ഇടപെടലാണ് നടത്തിയതെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുജനാരോഗ്യ മേഖല തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് UDF നടത്തുന്ന സമരനാടകമെന്ന് LDF ആരോപിച്ചു. ജനറൽ ആശുപത്രി സംബന്ധിച്ച് നഗരസഭ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും മെഡിക്കൽ കോളേജ് സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് 20-ന് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. എത്രമാത്രം ആശുപത്രികളാണ് വലിയ അംഗീകാരത്തോടു കൂടി ഇന്ന് കേരളത്തിലുള്ളത്? അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് മേഖലക്കകത്ത് കഴിഞ്ഞ 9 വർഷത്തിനകം നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. 115ഓളം കോടി രൂപയുടെ ഉദ്ഘാടനം നടക്കുന്ന ഒരു വേള, അതിലെത്രയോ കോടി രൂപയുടെ പ്രവർത്തനം അതിനു മുമ്പേ പൂർത്തീകരിച്ചു. ഇനിയും കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾക്ക് അവിടുത്തെ ഓഡിറ്റോറിയം അടക്കമുള്ള വലിയ പ്രോജക്റ്റുകൾ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മഞ്ചേരിയുടെ MLA ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന സമയത്ത് അവസാന നേരത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു വാചകം നമുക്കറിയാം. ഇത് രാഷ്ട്രീയവൽക്കരണം നടത്തുന്ന ഒരു ബോധപൂർവമുള്ള ഒരു ഇടപെടലായിട്ടാണ്, അതൊരു മോശപ്പെട്ട പ്രവണതയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുവരെ നല്ല രീതിയിൽ പോയി. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് MLAയുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു പരാമർശം ഉണ്ടായെങ്കിൽ പോലും അതിനെ ഒന്നും വലിയ കാര്യമാക്കാതെ ആ ഉദ്ഘാടന പ്രസംഗം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. തുടർന്ന് വേദിയിൽ നിന്ന് പോരാൻ സമയത്താണ് വീണ്ടും നഗരസഭാ അധ്യക്ഷ ശ്രീമതി VM സുബൈദ മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയും അതിനൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട മന്ത്രി അവരുടെ കയ്യിലുണ്ടായിരുന്ന 2016 ശ്രീമതി ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാകുന്ന സമയത്ത് ശൈല ടീച്ചർ ആരോഗ്യമന്ത്രിയാകുന്ന സമയത്ത് VSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇറക്കിയ ഒരു ഉത്തരവ്, കേരളത്തിലെ 15 ജനറൽ ആശുപത്രികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്. അതിലെ 11ാം നമ്പറായിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ആശുപത്രി മഞ്ചേരി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ജനറൽ ആശുപത്രിയായിരുന്നു. അത് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രേഖ. 9 വർഷമായി നഗരസഭയ്ക്ക് അത് വിട്ടുകിട്ടിയിട്ട്. നാളിതുവരെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തിയതായിട്ട് നമുക്കാർക്കും അറിയില്ല. 4 മാസം മുമ്പാണ് മഞ്ചേരി നഗരസഭ ഒരു പ്രമേയം പാസ്സാക്കിയത്. ഭരണകക്ഷി തന്നെ കൊണ്ടുവന്ന ഒരു പ്രമേയം. ആ പ്രമേയത്തിൽ പറഞ്ഞത് എന്താ? ഞങ്ങൾ മഞ്ചേരി ടൗൺ ഹാളിനകത്ത് ജനറൽ ആശുപത്രിയുടെ OP തുടങ്ങാൻ പോകുന്നു. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്നിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട MLAയുടെ ഒരു പത്രസമ്മേളനം കണ്ടു. ഒരു പത്രസമ്മേളനമല്ല, ഒരു മാധ്യമത്തിൽ മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റ് കണ്ടു. പറയുന്നത് എന്താ? അങ്ങനെ ഒരു ഉത്തരവേ ഇല്ല, അങ്ങനെ ഒരു ഉത്തരവ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇല്ലാത്തതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. നോക്കൂ, എത്ര മോശമാണത്. മഞ്ചേരിക്ക് തന്നെ അപമാനമല്ലേ? അത്തരമൊരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, ആ ഉത്തരവ് ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഉത്തരവ് ഇവിടെ കിട്ടിയിട്ടില്ല. അതിൻ്റെ തെളിവ് കൊണ്ടാണ് തോന്നുന്നത്. ഇതാ ഉത്തരവാണ്. ആ ഉത്തരവിൽ ഇതിൻ്റെ കുറച്ചും കൂടെ വ്യക്തത വരുന്ന ഉത്തരവാണ്. ആ മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിന് ഉത്തരവ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. എന്ത് കള്ളാന്ന് പറയുന്നത്? ഇതെന്താ? ആ ഉത്തരവിൻ്റെ മറ്റൊരു പകർപ്പാണ്. ഇതിൽ കാണുന്നത് മഞ്ചേരി നഗരസഭയുടെ സീലാണ്. ആ മഞ്ചേരി നഗരസഭ 30/8/2016 ഈ ഉത്തരവിടെ കൈപ്പറ്റിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? ഇത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഇങ്ങനൊരു ഉത്തരവേ ഇല്ല എന്ന് ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുക. എന്നിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരാഭാസം കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ചേരി കണ്ടെന്താ?
ഓഗസ്റ്റ് 15 അടഞ്ഞു കിടക്കുന്ന അവധിയുള്ള ഓഫീസിൻ്റെ മുമ്പ് പോയിട്ട്, പ്രിൻസിപ്പളുടെ ഓഫീസിന് മുമ്പ് പോയിട്ട് സമരം നടത്തുക. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ ചെയർപേഴ്സൺ ടീമും എത്തുന്നതിന് മുമ്പ് കുറേ മുമ്പ് അവിടെ ചാനലുകൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പല ആളുകളും പോയിട്ടുണ്ടാവുമല്ലോ. നിങ്ങളൊക്കെ എത്തിയതിന് ശേഷം അങ്ങോട്ട് 4 ആളുകൾ വരികയാണ്, ചെയർപേഴ്സണും വൈസ് ചെയർമാനൊക്കെ വന്നിട്ട് അവിടെ സമരം ഇരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് സമരം? മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട്. തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത, തങ്ങളുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതിലുള്ള ജാള്യത അത് സമൂഹം ചർച്ച ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണവുമായിട്ടാണ് നഗരസഭ ഇറങ്ങിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്ന സമയത്ത് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ആളുകൾ വന്നിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അല്ലേ? നീലക്കുപ്പായം അണിഞ്ഞുകൊണ്ട് ഒട്ടനവധി സ്ത്രീകളോട് ഉണ്ടായിരുന്നു. നിവേദനങ്ങൾ കൊടുത്തു. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ചില പ്രശ്നങ്ങളുണ്ട്, ശമ്പളത്തിൻ്റെ പ്രശ്നമുണ്ട്, നോക്കാം, പരിഹരിക്കാം. മിനിസ്റ്റർക്ക് അറിയില്ല അപ്പോഴും എന്താണ് ഈ ശമ്പളത്തിൻ്റെ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലെന്ന് അവർക്കറിയില്ല. പക്ഷേ ഇവർ പറയുന്നത് കേട്ട് മുഖവിലൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു, എന്ത് നമുക്ക് ഇടപെടാം, ഞാൻ ഇടപെടാം, നമുക്ക് പരിശോധിക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് സംവിധാനം ഒരുക്കാം എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ നിവേദനം അവിടെ സ്റ്റേജിൽ വെച്ചിട്ടൊരു വിഭാഗം കൊടുക്കുന്നുണ്ട്. ഇതേ നിവേദനം തന്നെ ഈ കോറിഡോറിൽ വെച്ച് കൊടുക്കുന്നു. ഇതേ വിഷയം തന്നെ താഴേക്ക് വരുമ്പോൾ അവിടെ പോർട്ടിക്കോയിൽ നിൽക്കുന്നു, അവിടെ ചില പ്ലക്കാർഡുകൾ ഉയർത്തുന്നു. അഥവാ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ ഒന്നല്ല. പ്ലക്കാർഡുകൾ ഉയർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പ്രിപ്പറേഷൻ. അവിടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. ആരാണ് അതിൻ്റെ ബിഹൈൻഡ് ദ ബാർ? ആരാണ് അതിൻ്റെ പുറകിൽ? അത് കണ്ടെത്തണ്ടേ? ഇത്തരം സമരങ്ങളെ മാധ്യമങ്ങളും ആ അർത്ഥത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് അതിൻ്റെ മെറിറ്റിൽ വാർത്തകൾ നൽകാനും പ്രചരിപ്പിക്കാനും തയ്യാറാകണം. ഓഗസ്റ്റ് 12 ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സന്റെ നിർബന്ധത്തിന് വഴങ്ങി വ്യക്തത വരുത്താൻ 2016 ഉത്തരവ് കാണിച്ച് മന്ത്രി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് വിട്ടു നൽകിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് UDFും നഗരസഭാ ഭരണസമിതിയും സ്ഥലം MLAയും നാട്ടിൽ സമരാഭാസം നടത്തിവരികയാണെന്ന് LDF ആരോപിച്ചു. പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് UDF ചെയ്യുന്നതെന്ന് LDF ആരോപിച്ചു. മഞ്ചേരി ജനറൽ ആശുപത്രി 2013 യാതൊരു ഭൗതിക സൗകര്യങ്ങളും ഏർപ്പെടുത്താതെ മഞ്ചേരി മെഡിക്കൽ കോളേജായി ഉയർത്തിയതിൽ പിന്നെ 2016 ആരോഗ്യവകുപ്പിലെ ഉത്തരവ് പ്രകാരം 15 ആശുപത്രികൾ അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുനൽകി ഉത്തരവായിട്ടുള്ളതും ആ ഉത്തരവ് പ്രകാരം 11ാം നമ്പറായി മഞ്ചേരി ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭയ്ക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇത് 2016 ഓഗസ്റ്റ് 8 കൈപ്പറ്റിയ രേഖകളും തങ്ങളുടെ കൈവശമുണ്ടെന്നും LDF നേതാക്കൾ പറഞ്ഞു. 9 വർഷക്കാലമായിട്ടും നാളിതുവരെ ആശുപത്രിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് യാതൊരു നടപടിയും നഗരസഭ സ്വീകരിച്ചിട്ടില്ല. 4 മാസങ്ങൾക്ക് മുൻപ് നഗരസഭ ജനറൽ ആശുപത്രിയുടെ OP വിഭാഗം നഗരസഭ ടൗൺ ഹാളിൽ തുടങ്ങുമെന്നും തീരുമാനിച്ച് പ്രമേയം പാസാക്കിയെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ചാനലുകളെ വിളിച്ചു വരുത്തിയും ചാനലുകൾ ആവശ്യപ്പെടും പ്രകാരം നാടക സമരങ്ങൾ നടത്തിയും UDF അരാജകത്വം സൃഷ്ടിച്ചു വരികയാണ്. UDF ഇത്തരം സമരാഭാസങ്ങൾ നിർത്തി ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് LDF നേതാക്കൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.